ഗസയിൽ മരണം 21,000 കടന്നിട്ടും കലിയടങ്ങാതെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ ഉറച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അടുത്ത ഘട്ടം കൂടുതൽ മാരകമായിരിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ലബനാൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പിൻവാങ്ങിയില്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ഹസൻ നസ്രുള്ളയെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസ് താക്കീത് നൽകി. അതിനിടെ സൈനിക ഉപദേശകൻ സയ്യിദ് റിസ മൂസവിയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാതെ പിന്നോട്ടില്ലെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. സിറിയയിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് സയ്യിദ് റിസ മൂസവി കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിന്റെ വേവലാതിയും കഴിവില്ലായ്മയുമാണ് വധത്തിന് പിന്നിലെന്നും ഇറാൻ പ്രസിഡന്റ് വിമർശിച്ചു. ഇറാൻ സേനാ ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തോടെ യുദ്ധം വ്യാപിക്കാനും അതിന്റെ ഗതി തന്നെ മാറാനുമുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ശക്തമാണ്. ഇതിനിടെയാണ് ഹിസ്ബുള്ളയെ ഭീഷണിപ്പെടുത്തി ഇസ്രായേൽ മന്ത്രി രംഗത്തെത്തിയത്. ഒക്ടോബർ 6 സ്ഥിതിയിലേക്ക് പോകാൻ ലബനാനെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തുമെന്നും ബന്ദികളെ തിരികെ എത്തിക്കുമെന്നും മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു. ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി ഇസ്രായേൽ ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഗസ നിവാസികളെ പുറന്തള്ളാൻ പദ്ധതിക്ക് രൂപം നൽകിയെന്ന് നെതന്യാഹു ലിക്വിഡ് പാർട്ടി യോഗത്തിൽ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അഭയാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇവരെ ഏറ്റെടുക്കാൻ പറ്റിയ രാജ്യങ്ങൾ ഏതെന്ന് ചർച്ച ചെയ്തു വരുന്നതായും നെതന്യാഹു യോഗത്തെ അറിയിച്ചു. ഗസയുടെ എല്ലാ മേഖലകളിലും ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. മരണസംഖ്യ 21,110 ഉയർന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. പരിക്കേറ്റവരുടെ എണ്ണം 55,000 കടന്നു. ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്തതു കാരണം പരിക്കേറ്റവരിൽ പലരും മരണപ്പെടുന്ന സ്ഥിതിയാണെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് ക്യാമ്പിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 7 ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിൽ നിന്നും നിരവധി ഫലസ്തീനുകളെ സൈന്യം പിടിച്ചുകൊണ്ടുപോയി. ഇസ്രായേൽ കൈമാറിയ 80ഓളം മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണെന്ന് ഫലസ്തീൻ അധികൃതർ അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ സൈനികരുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയതെന്നാണ് ഇസ്രായേലിന്റെ ന്യായം. ഓരോ മിനിറ്റിലും നിരവധി മനുഷ്യർ മരിച്ചു വീഴുന്നു. ആക്രമണം അറുതിയില്ലാതെ തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഗസയിൽ മാരകവും അത്ഭുതപ്പെടുത്തുന്നതുമായ യുദ്ധഘട്ടമാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറയുന്നത്. മറുവശത്ത് ശത്രുവിനെതിരെ ഗസയിൽ അതിശക്തമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് അൽ ഖസാം ബ്രിഗേഡ്സും അറിയിച്ചിരിക്കുന്നു.